ഒരു സത്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും വിജയം നിങ്ങളിൽ നിന്നും എപ്പോഴും ഒരു അടി അകലെയാണോ നിൽക്കുന്നത്? ചിലർക്ക് എന്തുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് സാധ്യമാകുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അതൊക്കെ ഇങ്ങനെ വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. കാരണം പറയൂ, നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ പറഞ്ഞോ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടോ എന്ന്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പക്ഷേ എന്തോ ഒന്ന് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മൾ എടുക്കുന്ന എന്തോ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെ? അത് നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു പ്രവർത്തനത്തിന്, അതിനെപ്പറ്റി വിശദമായി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ ശക്തിയെ അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് ആ സിസ്റ്റത്തെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്കുള്ള ചില ടിപ്പുകൾ ഇതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള പുതിയൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് ചില സത്യങ്ങളൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ മനസ്സ് ഒരു വലിയ ഐസ്ബർഗ് പോലെയാണെന്ന് പറയാറുണ്ട്. അതായത് പുറത്ത് കാണുന്ന 10% മാത്രമാണ് നമ്മുടെ ബോധ മനസ്സ് എന്നത്. എന്നാൽ ബാക്കി 90%, അതായത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ഭരിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായോ മാനസികമായോ ബന്ധപരമായിട്ടോ ആത്മീയമായോ ആത്മവിശ്വാസപരമായിട്ടോ ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ല എന്നറിയുക. വർഷങ്ങളായി നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ ശേഖരിച്ചു വെച്ച വിശ്വാസങ്ങളുടെ ഫലമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശക്തമായി വിശ്വസിച്ചാൽ പ്രപഞ്ചം അത് നിങ്ങളുടെ താനേ തരും എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. അത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള. അപ്പോഴാണ് പറയാറുള്ളത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണെന്ന് ഞാൻ സ്ഥിരമായി പറയുന്നത് കൊണ്ടാണ്. കാരണം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ തിരിക്കാനുള്ള പൂർണ്ണമായ അധികാരം നമ്മളിൽ തന്നെയാണുള്ളത്. അത് നമ്മൾ എങ്ങനെ പാകപ്പെടുന്നു എന്നതനുസരിച്ചിരിക്കും. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെയാണ്. അവിടെ പണ്ട് ഇൻസ്റ്റാൾ ചെയ്ത പഴയ സോഫ്റ്റ്വെയറുകളാണ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് എനിക്ക് പറ്റില്ല, ഇതൊന്നും നടക്കില്ല എന്നുള്ള വൈറസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഹാർഡ്വെയർ അധ്വാനം ഉപയോഗിച്ചാലും ഫലം ശൂന്യമായിരിക്കും, അല്ലെങ്കിൽ പൂജ്യമായിരിക്കും എന്നറിയാം. വിജയം വേണമെങ്കിൽ പഴയ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്ത് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം എന്നുള്ള ഓർമ്മിപ്പിക്കലാണ്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ മനസ്സിനെ മനസ്സിലാക്കുക എന്നതാണ്. എന്താണ് ആ പ്രോഗ്രാമുകളെ ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ ചിന്തകളിൽ ഭയമാണോ അതോ ലക്ഷ്യമാണോ ഉള്ളതെന്ന് തിരിച്ചറിയുക. വാക്കുകൾ മാറ്റുക. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുക. ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് കണ്ണടച്ചുകൊണ്ട് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കണം. തോൽവികളെ വിശ്വാസപൂർവം പാഠങ്ങളാക്കി കാണാൻ പറ്റണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃതജ്ഞത ഉണ്ടാവുക. ഉള്ളതിനെ സ്നേഹിക്കുക. കൂടുതൽ വരാൻ അത് വഴി തുറക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്, മറിച്ച് അത് ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. ഒരാൾ കോടീശ്വരനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കോടീശ്വരനായി മാറിയ ശേഷം അദ്ദേഹം എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ ഇന്ന് തന്നെ പെരുമാറാൻ തുടങ്ങുക. മാറ്റമുണ്ടാവേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് തുടങ്ങേണ്ടത് എന്ന് പറയാം. ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ചിന്തകൾ മാറിയാൽ ജീവിതം മാറുമെന്നും ബോധ മനസ്സ് എന്ന ടൂൾ നിങ്ങളുടെ കൈവശമുണ്ട്. അത് ഉപയോഗിക്കാൻ പഠിക്കുക. അത് ഉപയോഗിക്കാൻ പഠിക്കാനുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ചാനലിലുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബിലും നടത്തുന്നുണ്ട്. ജൂനിയർ മൈൻഡ് സെറ്റായ മാസ്റ്റർ മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞോ, അത് കഴിഞ്ഞ് കീ ടു ഹാപ്പിനെസ് ആയി കഴിഞ്ഞോ, ജേണി ടു ഹാപ്പിനെസ് ആയാലോ, ജേണി ടു സക്സസ് ആയാലോ, അതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ഇതെല്ലാം മെമ്പർഷിപ്പായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ 3 തരത്തിൽ മെമ്പർഷിപ്പുകളാണ് നൽകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ കൂടെ വരും. അത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉചിതമായ മെമ്പർഷിപ്പ് തിരഞ്ഞെടുക്കുക.
ഈ മെമ്പർഷിപ്പ് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ നിങ്ങളുടെ അവസ്ഥയെ തിരഞ്ഞെടുത്ത് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. നിങ്ങൾ ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോണിൽ നോക്കിയിരുന്ന് മറ്റുള്ളവരുടെ ജീവിതത്തെ കണ്ടിട്ട് ആഹാ എനിക്ക് ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് പരിതപിച്ചുകൊണ്ടിരിക്കാം. ഒരു ചെലവുമില്ല. ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഫോൺ കണ്ട് 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 അങ്ങനെ ക്ഷീണിച്ച മുഖത്തോടെ ഉറങ്ങാം. അല്ലെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവുകൾ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഏറ്റവും ശക്തനായി രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോണിൽ പോലും നോക്കാതെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താനുള്ള നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രക്രിയകൾ ഭാഗമാകാം. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ള നന്ദി പ്രകാശനത്തിലൂടെ ഇന്ന് എനിക്ക് ലഭിച്ചതിന് സർവേശ്വര നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാം. നെഗറ്റീവ് ആളുകളെ ഒന്നും കേൾക്കാതെ സ്വയം അകത്തെ കേട്ടുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. തീരുമാനം നിങ്ങളുടേതാണ്. ആദ്യം പറഞ്ഞതാണോ വേണ്ടത്, രണ്ടാമത് പറഞ്ഞതാണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇഷ്ടമുള്ളത് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ രണ്ടാമത്തെ ചൂസ് ചെയ്യുന്നു അല്ലെ ഒന്നാമത്തെ ചൂസ് ചെയ്യുന്നു നോക്കുക. ഞാൻ ശക്തനാണ്, എനിക്ക് സാധിക്കുമെന്ന് ഉറക്കെ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് എഴുതി വെച്ചോളൂ. ഐ ആം പവർഫുൾ ആൻഡ് ഐ ക്യാൻ വിൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ശക്തനാണ്, എനിക്ക് സാധിക്കുമെന്ന് താഴെ ഒന്ന് എല്ലാവരും എഴുതി വെച്ച് നോക്കട്ടെ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന്. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇന്നും അതേ പഴയ പരാതികളുമായി ജീവിക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നന്ദി നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റുള്ള അല്ല, പുതിയൊരു മനുഷ്യനായി ഉയർത്തെഴുന്നേക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ കയറി വരും മക്കളെ. നമുക്കെല്ലാം ഇതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞ 1.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് പറ്റി എന്നുള്ള ഒരുപാട് ആൾക്കാർ, ഏകദേശം ഒരു 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താനും എന്നെ തന്നെ ഓരോ ദിവസവും ഉദ്ധരിച്ചു കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തെ പ്രവർത്തനത്തിൽ 8 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി, പ്രസിദ്ധീകരിച്ചു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഓരോ ആളുടെയും നിങ്ങൾക്ക് തന്നെ ചാനലിൽ കാണാം ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അവർ പറയുന്ന അഭിപ്രായങ്ങൾ തത്വത്തിൽ വന്ന് കാണുക. ചാനൽ കയറിയ ഫ്രീ ക്ലാസ്സുകൾ എപ്പോഴും ഉണ്ട്. കയറിയ ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മളായിട്ട് ആരോടും അഭിപ്രായം പറയുന്നത് അവരായിട്ട് പറയുന്ന അഭിപ്രായങ്ങളും നമ്മളെ ലൈവ് പ്രോഗ്രാംസും ഒക്കെ അതുപോലെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയതാണ്. ഇതെല്ലാം സർവേശ്വരൻ നൽകുന്ന ആ കടാക്ഷമായി മാത്രം കാണുന്നു. അപ്പോൾ നമ്മുടെ ഈ മാസം മാർച്ച് 22-ാം തീയതി കൊല്ലത്ത് വെച്ച് നമ്മുടെ ലൈവ് പ്രോഗ്രാം ഉണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ വന്നാൽ മതി. വെറുതെ വരരുത്, വന്നിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് വളരെ കൃത്യമായും ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവിടെ നമ്മൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നോക്കാം. ഒറ്റ കാര്യം മുണ്ടും പൊട്ടുന്നു. നിങ്ങൾക്ക് പഴയ പോലെ തന്നെ ആയി ജീവിക്കണോ അല്ല പുതിയൊരാളായി മാറണോ എങ്കിൽ സമയം നിങ്ങളുടെ അനുവാദത്തിന് കാത്തു നിൽക്കില്ലെന്നും, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെ അനുവാദം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കുക. ഏതെങ്കിലും ഒക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്തുക. കാരണം ഞാൻ ഇന്ന ക്ലാസ്സിലാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ചോയ്സാണ്. നമ്മളിവിടെ 500 രൂപ മുതൽ 1,00,000 രൂപയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ ആളുടെ ആവശ്യത്തിനനുസരിച്ച ക്ലാസ്സുകൾ നമ്മളിവിടെ എടുക്കാം. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ജീവിതം മാറിയാൽ അല്ല, ചിന്തകൾ മാറിയാൽ ജീവിതം മാറും. ജീവിതം മാറിയാൽ സന്തോഷകരമായി മാറും. അപ്പോൾ ഉപബോധ മനസ്സെന്ന ടൂൾ നമ്മുടെ കൈവശമുണ്ട്. അത് ഉപയോഗിക്കാൻ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഊർജം നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഉപകരിക്കുമെങ്കിൽ തോന്നുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോകളും ഇതുപോലെ ക്ലാസ്സുകളുമായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. വിൽ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.